ഷാനവാസിന്റെ മുഖം നല്ല പോലെ അങ്ങോട്ട് വെളിപ്പെട്ട ഒരിത്തിരി നേരമുണ്ടായിരുന്നു. അത് നമ്മുടെ മുൻഷിരിക്കെ തന്നെ ഷാനവാസ് ഇതെല്ലാം അനീഷിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ലൈവിൽ നടന്ന ഈ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോഴത്തേക്കും ഷാനവാസ് ഇത്രയൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നോ? ഷാനവാസ് അല്ലേ ഈ അനീഷിന്റെ പിന്നാലെ നടന്നത്? എന്നിട്ട് ഇപ്പൊ പറയുന്നു അനീഷിനെ ഇങ്ങനെ പരീക്ഷിക്കുകയാണ് എന്ന്. അയ്യേ, എന്താണെങ്കിലും എന്താണ് വിശേഷം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സംഭവം എന്ന് വെച്ചാല് ഇന്നലെ ഈ മുൻഷി ഇങ്ങോട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി അകത്തോട്ട് കയറുന്നതിന് മുന്നേ തന്നെ ആ വന്ന് കയറിയ ആ ഒരു നിമിഷം തന്നെ അനീഷിനെ ശരിക്കും പറയുന്നുണ്ട്. അനീഷിനെ ഇങ്ങനെ പറയുന്നതിന്റെ ഇടയിൽ ഷാനവാസ് നിന്ന് അടുത്ത് നിന്നതെല്ലാം കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഷാനവാസ് മുൻഷിയെടുത്തെന്നല്ല ആരെടുത്തും പോയി ഒന്നും കൂട്ടുകൂടി സംസാരിച്ചതുമില്ല. പക്ഷെ എല്ലാവരും എന്തൊക്കെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം ഇന്നും കൂടി രാവിലെ നമ്മുടെ സരീഖ തമാശ രൂപേണ പറയുന്നുണ്ട്, കേരളത്തിലെ കേരളത്തിലെ പെൺകുട്ടികളുടെയൊക്കെ വികാരമായിട്ട് അനീഷ് മാറിയിട്ടുണ്ട്, ആൺകുട്ടികളുടെ വികാരം നൂറയാണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ കേട്ടതിന് ശേഷം ഒരവസരം കിട്ടിയപ്പോൾ, അവസരം വേറൊന്നുമല്ല, ശാരിക രാവിലെ കുറേ നേരം ഭയങ്കര കച്ചറയായിരുന്നു. ആ കച്ചറയുടെ ഇടയിൽ, അതായത് ഡൈനിങ് ടേബിളിൽ വന്ന് ഇത്രയും ബഹളം വെച്ചപ്പോൾ ഭയങ്കര ബഹളമാണ്. അടുത്തിരുന്ന ഒരാൾക്ക് കഴിക്കാൻ പോയിട്ട് നമുക്ക് പോലും അത് ഓണാക്കി വെച്ച് കേൾക്കാൻ പറ്റില്ല. അപ്പം അനീഷ് ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, നിർത്തൂ 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 എന്നൊക്കെ ഇങ്ങനെ അനീഷ് കിടന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോ ഷാനവാസ് ഇങ്ങോട്ട് വന്നിട്ട്, അല്ല നീയല്ലേ പറഞ്ഞത് ഇങ്ങനെ കാര്യങ്ങൾ ഇടപെടരുത്, എങ്ങനെ അതിന്റെ കാര്യമില്ല എന്നൊക്കെ, എന്നിട്ട് നീ ഇപ്പൊ നിർത്തുന്നു പറഞ്ഞ് ഇടപെട്ടല്ലോ എന്നും പറഞ്ഞ് ഷാനവാസ് ഒരു തുടക്കം അങ്ങോട്ട് തുടങ്ങി. എന്നിട്ട് നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല, അനീഷ് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടോ, ആ തുടക്കം തൊട്ട് പറഞ്ഞിട്ടുണ്ടോ, അനീഷ് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എണ്ണി 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 പറഞ്ഞ് ഷാനവാസ് വളരെ നിസ്സാര കാര്യങ്ങൾ വരെ, ഈവൻ അനീഷ് മറന്ന കാര്യങ്ങൾ വരെ ഷാനവാസ് കുത്തിപ്പൊക്കി ഇങ്ങനെ പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നൂറയും മുൻഷിയും അടുത്തിരിപ്പുണ്ട്. സംഭവം എന്ന് വെച്ചാല് ഇവിടെ അടുത്തിടയ്ക്ക് എപ്പോഴോ 2 ദിവസത്തിന് മുന്നേ എപ്പോഴോ അനീഷ് പറഞ്ഞു, ഇല്ല മറ്റേ ഫോൺ കോളിന്റെ ഒരു ടാസ്ക് എന്തോ ആയിരുന്നു, ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ആദ്യം വിളിക്കുന്ന ഒരു ഫോൺ കോൾ എന്താണെന്നുള്ളത്, അത് ആരെയായിരിക്കും, അത് എന്തായിരിക്കും എന്നുള്ളത് അത് പറയുന്ന ഒരു ടാസ്കിനകത്ത് അനീഷ് പറഞ്ഞത് സഹോദരനെ ആയിരിക്കും വിളിക്കുക, അതുപോലെ തന്നെ അത് അവിടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്താണ്, തൻ്റെ അവസ്ഥ എന്താണ്, തനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ എന്നുള്ളൊരു അത് അങ്ങനെ ചോദിക്കും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഷാനവാസ് പറയുന്നത്, അപ്പോ ഇതെല്ലാം പ്ലാൻ ചെയ്ത് ബിഗ് ബോസ് ഹൗസിൽ നെഗറ്റീവായി ഒറ്റപ്പെടും, ഇങ്ങനൊരു ഗെയിം പഠിച്ചു വെച്ച് കളിക്കാൻ വേണ്ടി വന്ന ആളാണ് അനീഷ്. അപ്പം ഈ ഒരു സൗഹൃദവും എല്ലാം അനീഷിന്റെ കളിയാണ്, ഗെയിമാണ്, നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആളാണ് എന്നാണ് ഷാനവാസ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കോൺഫിഡന്റ് ഒന്നും ഇല്ലാതെ ഈ ബ്രദറിനെ വിളിച്ചിട്ട് തന്റെ ഇമേജിനെ കുറിച്ച് ചോദിക്കേണ്ട കാര്യം അനീഷിനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. മുൻഷീഡ് ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഇവിടെ റിയൽ ആയിട്ട് അങ്ങനെ ജെനുവിൻ ആയിട്ട് അങ്ങ് നിന്നാ മതി. എല്ലാവരും എല്ലാ സീസണിലും പറയുന്ന ഒരു ഡയലോഗ് ആണല്ലോ, ഞാൻ അവിടെ പോയി ഞാനായിട്ട് നിൽക്കും എന്ന് പറയും. അങ്ങനെ പറയുന്നതിൽ പകുതിയും നമുക്കത് കള്ളമാണ്. കാരണം നമുക്കൊരിക്കലും നമ്മളുടെ എല്ലാ വൈകൃതങ്ങളും നമ്മളുടെ എല്ലാ സ്വഭാവങ്ങളും കാണിച്ച് റിയൽ ആയിട്ട് ഇത്രയും പബ്ലിക്കിൽ എപ്പോഴും ഒന്നും നിൽക്കാൻ പറ്റില്ല. പിന്നെ കുറേയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. കാരണം എന്ന് വെച്ചാൽ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ, നമ്മൾ നല്ല മെന്റലി ഓക്കെ അല്ലെങ്കിൽ നമുക്ക് എത്ര നല്ല കാര്യം കണ്ടാലും നമ്മൾ അതിനോട് മോശമായിട്ടായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതേ കണക്ക് അനീഷ് അന്നേരം പറയുന്നുണ്ട്, താൻ ഇവിടെ വന്ന അന്ന് തൊട്ട് ഒരു ഗെയിമറായിട്ടല്ല, താൻ ഗെയിം കളിക്കാനല്ല വന്നത്, താൻ ജെനുവിനായിട്ട് നിൽക്കാനാണ് എന്ന്. അനീഷ് പറഞ്ഞത് കള്ളമാണ്, പച്ചക്കള്ളമാണ്. അപ്പോൾ ഇതാണ് ഈ ഷാനവാസ് എടുത്തിട്ട് കൊടയുന്നത്. പക്ഷേ ഇത് ഷാനവാസ് എടുത്തിട്ട് കൊടഞ്ഞത് കൊണ്ട് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റുണ്ട്. ഈ പറയുന്ന അനീഷിന്റെ പിന്നാലെ എങ്ങനെയെങ്കിലും ആ ഹൃദയത്തിലെ കല്ലിടിച്ച് തകർത്ത്, ഞാനാണ് ആ അനീഷിന്റെ ഹൃദയത്തിൽ കൂട് കൂട്ടിയത്, ഞാൻ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് കുറെ ഷോ ഇറക്കിയില്ലേ? അങ്ങനെ ഷോ ഇറക്കിയതിനകത്ത് ഒരല്പമെങ്കിലും സത്യസന്ധത ഉണ്ടായിരുന്നുവെങ്കിൽ മുൻഷിക്ക് മുന്നിൽ, നൂറയ്ക്ക് മുന്നിൽ ഇരുത്തിക്കൊണ്ട് അനീഷിനോട് ഇത് ഷാനവാസ് പറയില്ല. സോ അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഷാനവാസ് അനീഷുമായിട്ടൊരു കോംബോ പിടിച്ചതാണ്. ഇത്രയും നന്നായിട്ട് ഗെയിം കളിക്കുന്ന, PSC ഒക്കെ എഴുതി ബാങ്ക് ജോലിയിലൊക്കെ കിട്ടി ഒരു ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടിയ അനീഷ് വിവരവും ബുദ്ധിയും ഉള്ളവനാണെന്നും അനീഷിന്റെ മുഖത്ത് നോക്കി ഷാനവാസ് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിനക്കറിയില്ലേ നീ ഒരു ഗെയിമാണ് കളിക്കുന്നതെന്നുള്ളത്? അപ്പൊ അങ്ങനെയുള്ള അനീഷിനെ പിക്ക് ചെയ്ത് അനീഷിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഗെയിം കളിച്ച ഒരാളാണ് ഷാനവാസ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എതിർപ്പ് പറയാൻ പറ്റുമോ? ശരിയാണ്, നമ്മുടെ അനീഷ് ഗെയിം കളിക്കാനാണ് വന്നത്. ഇവരെല്ലാവരും ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന, മീഡിയയിൽ നല്ല ഹൈപ്പുള്ള ആൾക്കാരാണ് അനീഷിനൊപ്പം മത്സരിക്കാൻ വന്നത്.
അനീഷ് ദ ഒൺലി കോമണർ ആയിരുന്നു ഈ സീസണിൽ. അതുകൊണ്ട് തന്നെ അനീഷ് തുടക്കമേ വന്ന് അനുമോൾക്കിട്ട് താങ്ങുന്നു, മറ്റേ ഷാനവാസിന്റെ ബാൻഡ് പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നു. ഇതൊക്കെ അനീഷ് ചെയ്തു, ഗെയിമിന്റെ ഭാഗമാണ്. എന്തെങ്കിലും തെറ്റുണ്ടോ? അത് ഈ ഷാനവാസ് വന്ന് ചോദിക്കുമ്പോ ഈ പറയുന്ന അനീഷ് അവിടെ ഇരുന്ന് അത് സമ്മതിച്ച അനീഷിന്റെ ഗെയിം അത് പൊളിയത്തില്ലേ? അനീഷ് റിയൽ ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് അനീഷിന്റെ ഗെയിമാണ്. അതുകൊണ്ട് അനീഷിന്റെ ഭാഗത്ത് ഒരു തെറ്റും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പകരം ഷാനവാസ് അത് അവിടെ ഇരുന്ന് ചോദിക്കണ്ട, ബിഗ് ബോസ് സീസൺ കഴിഞ്ഞിട്ട് എടാ നിന്റെ ഗെയിം ആയിരുന്നല്ലേടാ അത് സൂപ്പർ ആയിരുന്നു എന്നങ്ങ് പറഞ്ഞാ പോരെ. ഇത് പകരം അനീഷിന്റെ ഗെയിം തകർത്തു കൊടുക്കുക എന്ന് പറയുന്നത് ഷാനവാസിന്റെ ഗെയിം ആക്കി മാറ്റി അല്ലേ? അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം. പിന്നെ മാത്രവുമല്ല, ഈ അനീഷ് ഒരിക്കലും ഷാനവാസയെ കൂട്ടുകൂട്, ഷാനവാസുമായിട്ട് എനിക്കൊരു അണ്ണൻ തമ്പി കോംബോ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ അനീഷ് നടന്നിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടല്ല അസ്വാഭാവികമായിട്ട് ഷാനവാസ് ക്രിയേറ്റ് ചെയ്തതാണ്. അനീഷുമായിട്ട് ഒരു അണ്ണൻ തമ്പി കോംബോ അവിടെ ക്രിയേറ്റ് ചെയ്തതാണ്. എന്നിട്ട് ഒരു ഹിന്റ് പോലെ എനിക്ക് തോന്നുന്നു അതൊരു ഹിന്റാണെന്ന്. അനീഷിന്റെ ബ്രദർ വന്നപ്പോൾ പറഞ്ഞു, പുറത്ത് ഈ പറയുന്ന അനീഷിന്റെയും ഷാനവാസിന്റെയും നിങ്ങളുടെ രണ്ടുപേരെയും കോംബോ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ആരിനെയാണ് എനിക്കിഷ്ടം എന്ന് അന്ന് അനീഷിന്റെ ബ്രദർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു കോംബോ അവിടെ ഉണ്ട്, അത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ആര്യനെയാണ് എനിക്കിഷ്ടം, അതിന്റെ അർത്ഥം ആര്യനാണ് ഇവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്നത്, ആര്യൻ ഇവിടുത്തെ നല്ലൊരു പ്ലെയർ ആണ് എന്ന് പറഞ്ഞതുപോലെ, അങ്ങനെ ഒരു സൂചന കൊടുത്തതുപോലെ എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അതിനുശേഷം ഈ പറയുന്ന അനീഷ് ഈ ഷാനവാസുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് കോൺസെൻട്രേഷൻ വിട്ട് ആര്യനുമായിട്ട് തന്നെ നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് ഗെയിം കളിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഷാനവാസിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. ഷാനവാസ് അപ്പോഴേക്കും ടാസ്ക് കളിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാൽ ഒരുപാട് ഗോസിപ്പ് ഉണ്ടാക്കാനും മറ്റുള്ളവരുടെ അടുത്ത് പോയിരുന്ന് ഗോസിപ്പ് പറയാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെയാണ് ഷാനവാസ് ശ്രമിച്ചത്. ഈ സീസണിൽ ഷാനവാസ് എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരെടുത്ത് പോയിരുന്ന് സംസാരിച്ച് ഷാനവാസിന്റെ ഒരു സ്പേസ് അതിങ്ങനെ ക്ലിയർ ആക്കുക, അതിങ്ങനെ വെളുപ്പിക്കുക, ഇതൊക്കെയാണ് ഷാനവാസ് ചെയ്തത്. അത് ഷാനവാസിന്റെ ഗെയിം അല്ലേ? ഷാനവാസ് ഗെയിം കളിക്കാൻ വന്നു, അനീഷും ഗെയിം കളിക്കാനാണ് വന്നത്. അത് അനീഷ് അവിടെ സമ്മതിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നല്ലൊരു സുഹൃത്തായിട്ട് ഷാനവാസ് അനീഷിനെ കണ്ടിരുന്നുവെങ്കിൽ ഒരിക്കലും മുൻഷിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കത്തൊന്നുമില്ലായിരുന്നു. പിന്നെ അനീഷ് ഇവിടെ പറയുന്നുണ്ട്, ഇത്രയുമൊക്കെ ഒരുപാട് ഡൗട്ടൊക്കെ ഷാനവാസ് ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞു, ഇതിൽ കൂടുതൽ എനിക്ക് എൻ്റെ ഹൃദയം തുറന്നു വെച്ച് കാണിക്കാനൊന്നും കഴിയത്തില്ല എന്ന്. ഏറെക്കുറെ അനീഷിന് ഷാനവാസിനേക്കാൾ കൂടുതൽ ഈ ഒരു സൗഹൃദത്തിൽ ഒരു ഉറപ്പുണ്ട്. അനീഷിന് കുറെ കൂടെ ഷാനവാസിനെ ഇഷ്ടമാണ്. അത് സത്യസന്ധമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം തുടക്കമൊക്കെ അനീഷ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ പറഞ്ഞു ഒക്കെ അങ്ങനെ നിന്നെങ്കിലും പതുക്കെ അനീഷിന് ഷാനവാസിന്റെ കൂടെ ഇരിക്കുന്ന ഓരോ മൊമെന്റും അനീഷ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് നോക്കുകയാണെങ്കിൽ അനീഷ് ഷാനവാസിനോട് ഇങ്ങനെ, അതായത് എനിക്ക് ഇനി തുറന്നു കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഒരു സുഹൃത്തിനെ ആ സൗഹൃദം സത്യമാണോ എന്ന് ഇങ്ങനെ പരീക്ഷിച്ച് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കാറില്ല. അപ്പോൾ ഉടനെ ഷാനവാസ് പ്ലേറ്റേ മാറ്റി, ഞാനത് ചെയ്യും, കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ചതി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കും. അല്ല, അനീഷ് പറഞ്ഞോ എൻ്റെ അടുത്ത് കൂട്ടുകൂടാൻ? ഷാനവാസ് അല്ലേ അങ്ങോട്ട് പോയി അനീഷിന്റെ അടുത്ത് കൂട്ടുകൂടിയത്? എന്നിട്ട് അങ്ങോട്ട് പോയി കൂട്ടുകൂടിയിട്ട് ഇനി ആ സൗഹൃദം സത്യമാണോ എന്ന് പരീക്ഷിക്കാൻ ഷാനവാസിന് എന്തിന്റെ കേടാണ്? ഷാനവാസ് വലിയ കാര്യത്തിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ ആ മുൻഷിയും നൂറയും ഒക്കെ കേൾക്കെ അനീഷിനോട് ഇത് ചോദിച്ചത് കൊണ്ട് പറയുകയാണ്. ഷാനവാസ് അത് അങ്ങനെ ചോദിച്ചില്ല, പേഴ്സണലായിട്ടാണ് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാം, ഓക്കെ ഷാനവാസ് അത് അവിടെ ചോദിച്ചു, വളരെ ക്ലിയർ ആയിട്ടുള്ള ഷാനവാസിന്റെ ഡൗട്ട്സ് ആണെന്ന് പറയാം. പക്ഷേ ഷാനവാസ് ഗെയിം കളിക്കുകയാണ്. ആരെ വെച്ച്? അനീഷിനെ വെച്ച്. അത് ഭയങ്കര ബോറായിട്ട് തോന്നി. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പൊ ലാലേട്ടൻ വരെ പറയാറുണ്ട്, നിങ്ങൾ ബിഗ് ബോസ് ഹൗസിലേക്ക് ഗെയിം കളിക്കാനാണ് വന്നത്, അടുത്ത ആഴ്ച വളരെ ക്രൂഷ്യലാണ്. ഇതൊക്കെ ഷാനവാസ് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ലാലേട്ടൻ വരെ പറയുമ്പോൾ പോലും ഗെയിമോ എന്ത് ഗെയിം എന്ന് അനീഷ് പറയുന്നതിനെയൊക്കെയാണ് ഈ ഷാനവാസ് കുറ്റമായിട്ട് കാണുന്നത്. അതൊരു കുറ്റമല്ല ഷാനവാസ് ഇത്രയും നിഷ്കളങ്കനായിട്ട് അഭിനയിക്കല്ലേ, അത് അനീഷിന്റെ ഗെയിം ആണ്. അനീഷ് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. തുടക്കം തൊട്ട് ഈ സീസണിൽ എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് കൊണ്ടുവന്ന് ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 തുടങ്ങി എന്ന ആൾക്കാരെയൊക്കെ അറിയിച്ചത് ഈ പറയുന്ന അനീഷാണ്, അല്ലാതെ ഷാനവാസ് അല്ല. അപ്പോൾ ഏതായാലും അവർ തമ്മിലുള്ള ഒരു ലോങ് കോൺവെർസേഷൻ ഫുൾ അനീഷിനെ ഷാനവാസ് ഇങ്ങനെ ഓരോന്ന് കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത്
ഈ പറയുന്ന പ്രേക്ഷകർക്കും തൃശ്ശൂർ ജില്ലയിലുള്ള ഈ പറയുന്ന അനീഷിന്റെ നാട്ടുകാർക്കും മുന്നിലേക്ക് ദേ അനീഷ് ഗെയിം കളിക്കുകയാണ്, അനീഷ് ഗെയിം കളിച്ച് നമ്മളെയൊക്കെ പറ്റിക്കുകയാണ്, തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് ഷാനവാസിന് തുറന്ന് കാണിക്കണം എന്നുള്ളതായിരുന്നു ഷാനവാസിന്റെ ലക്ഷ്യം. പക്ഷേ അതുകൊണ്ട് എന്താണ് തെറ്റ്? അനീഷ് ഗെയിം കളിച്ചത് കൊണ്ട് എന്താണ് തെറ്റ്? സോ ഈ ഒരു വിഷയത്തിൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. എൻ്റെ ഒപ്പീനിയൻ അതാണ്. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമന്റിൽ പറയുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പോയിച്ചും വരാം. ബൈ.